ഒരു ദിവസം ഒരേ സമയം ലോകത്താദ്യമായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തതിനുള്ള അംഗീകാരമായ URF ലോക റെക്കോർഡിന് ചാരുമൂട് സ്വദേശി അർഹനായി. 4.5 പതിറ്റാണ്ടിനിടയിൽ നിരവധി കൃതികൾ രചിച്ച കാരൂർ സോമനാണ് റെക്കോർഡ് ലഭിച്ചത്. ഒരു ദിവസം ഒരേ സമയം ലോകത്താദ്യമായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തതിനുള്ള അംഗീകാരമായ URF ലോക റെക്കോർഡിന് ചാരുമൂട് സ്വദേശി അർഹനായി. 4.5 പതിറ്റാണ്ടിനിടയിൽ നാടകം, സംഗീത നാടകം, നോവൽ, ബാലനോവൽ, ഇംഗ്ലീഷ് നോവൽ, കഥ, ചരിത്രകഥ, കവിത, ലേഖനം, യാത്രാവിവരണം, ജീവചരിത്രം, ആത്മകഥ തുടങ്ങി നിരവധി കൃതികൾ രചിച്ച കാരൂർ സോമനാണ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ കാരൂർ സോമൻ, താമരക്കുളം ചാരുമൂട് മാവലിക്കര താലൂക്ക്. ചെറുപ്പം മുതൽ ബാലരമ മുതൽ കവിതകൾ എഴുതിയും റേഡിയോ നാടകങ്ങൾ വഴിയാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് എഴുതുന്നുണ്ട്. കേരളം, ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക. ഇതിനകം 64 പുസ്തകങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു 7-8 പുസ്തകങ്ങളോളം വരാനുണ്ട്. സാഹിത്യരംഗത്ത് എല്ലാ രംഗത്തും എൻ്റെ പുസ്തകങ്ങളുണ്ട്. നാടകം, സംഗീത നാടകം, നോവൽ, കഥ, കവിത, ലേഖനം, ചരിത്രം, ജീവചരിത്രം, മറ്റ് ശാസ്ത്ര, സ്പോർട്സ്, ഇങ്ങനെ 12ഓളം രംഗങ്ങളിൽ പുസ്തകങ്ങളുണ്ട്. സ്പോർട്സിൻ്റെ പ്രധാനമായിട്ടും 2012 ഞാൻ മാധ്യമം പത്രത്തിന് വേണ്ടി ലണ്ടനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് പ്രധാനമായിട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ടത്. അന്നത്തെ ആ പുസ്തകം ലണ്ടൻ ഡയറി എന്ന് പറഞ്ഞ് പൂർണ്ണ പബ്ലിക്കേഷൻസാണ് ഇറക്കിയത്. പിന്നെ മറ്റൊരു സ്പോർട്സ് പുസ്തകം എന്ന് പറയുന്നത് ഒളിമ്പിക് ചരിത്ര പുസ്തകമാണ്. അത് നമ്മുടെ സാഹിത്യ സഹകരണ സംഘമാണ് ഇറക്കിയത്. ആദ്യമായിട്ട് നാടകരംഗത്താണ് കടന്നു വരുന്നത്. റേഡിയോ നാടകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 1973, 74 കാലയളവിലൊക്കെ അന്ന് റേഡിയോ നാടകങ്ങളായിരുന്നു. 2 സ്റ്റേഷൻ വഴിയാണ് റേഡിയോ നാടകങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം, അന്ന് നമ്മുടെ എഴുത്തുകാരൻ TN ഇരിക്കുന്ന കാലമാണ്. പിന്നെ തൃശ്ശൂർ സ്റ്റേഷൻ, അന്നതിന് ഇവിടുത്തേത് TN ഗോപിനാഥൻ നായർ, പിന്നെ അവിടുത്തേത് സെബാസ്റ്റ്യൻ സാർ. 2 പേരായിരുന്നു അന്നത്തെ ഡയറക്ടേഴ്സ്. പിന്നീട് പ്രധാനമായിട്ടും പിന്നീട് ഗൾഫിലോട്ട് പോയി. ഗൾഫിൽ ചെന്നതിന് ശേഷം അന്നവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ മലയാള മനോരമ, ഗൾഫ് മനോരമ, മലയാള ന്യൂസ്, മാധ്യമം, ഇങ്ങനെയുള്ള പത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമായ ബാലരമയിൽ കവിതകൾ എഴുതിയാണ് സാഹിത്യ ജീവിതം തുടങ്ങുന്നത്. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ നിലയങ്ങൾ ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയുടെ കേരള യുവ സാഹിത്യ സഖ്യം അംഗമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ VVHS സ്കൂളിലെ വാർഷിക പരിപാടിയിൽ പോലീസിനെ വിമർശിച്ച് ഇരുളടഞ്ഞ താഴ്വര എന്ന നാടകം അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. ഈ നാടകത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡും ലഭിച്ചു. നാടകം മാവേലിക്കര പോലീസിനെ പ്രകോപിപ്പിച്ചു. അവർ നക്സൽ ബന്ധം ആരോപിച്ച് സോമനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ചു. പണ്ഡിത കവി KK പണിക്കർ ഇടപെട്ടാണ് പോലീസിൽ നിന്നും സോമനെ പിന്നീട് മോചിപ്പിച്ചത്. പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരിക്കെ ഒളിച്ചോടി ബീഹാറിലെ റാഞ്ചിയിൽ സഹോദരന്റെ അടുത്തെത്തി. റാഞ്ചി ഏഞ്ചൽ തിയേറ്ററിന് വേണ്ടി നാടകങ്ങളും ഗാനങ്ങളും എഴുതി അവതരിപ്പിച്ചു. ആദ്യ ജോലി ലഭിച്ചത് റാഞ്ചി എക്സ്പ്രസ് ദിനപത്രത്തിലായിരുന്നു. വിവിധ സ്ഥലങ്ങളിലും ഗൾഫിലും പിന്നീട് ജോലി ചെയ്തു. ഇപ്പോൾ ലണ്ടനിലാണ് താമസം. ലിമ വേൾഡ് ലൈബ്രറി സാഹിത്യ ഓൺലൈൻ, കാരൂർ പബ്ലിക്കേഷൻസ്, ആമസോൺ വഴി വിതരണം ചെയ്യുന്ന പേപ്പർ പബ്ലിക്കേഷന്റെ ചീഫ് എഡിറ്ററാണ് ഇപ്പോൾ. 67 രാജ്യങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ആമസോൺ ഇന്റർനാഷണൽ എഴുത്തുകാരൻ എന്ന ബഹുമതിയടക്കം 20ഓളം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, ചാരുമൂട്.